ചാണ്ടി ഉമ്മൻ പാലക്കാട് പ്രചരണത്തിനെത്തില്ല എന്നതിനെ ചൊല്ലി വലിയ തർക്കങ്ങളും ചർച്ചകളും ഒക്കെ നടന്നു. അദ്ദേഹം ഇവിടെ കൺവെൻഷനിൽ പങ്കെടുത്തു. രാഹുൽ മാങ്കൂട്ടത്തെ കൺവെൻഷനിൽ പങ്കെടുത്ത ശേഷമാണ് അദ്ദേഹം ഇവിടെ നിന്ന് വയനാട്ടിലേക്ക് കടക്കം പ്രചരണത്തിന് പോയത്. ഇന്ന് വീണ്ടും അദ്ദേഹം പ്രചരണത്തിൽ എത്തിയിരിക്കുകയാണ്. എന്താണ് ചാണ്ടി ഉമ്മൻ വിട്ടുനിൽക്കുന്നത് വലിയ ചർച്ചകൾ വരാൻ കാരണം? കൺവെൻഷനിൽ പങ്കെടുത്ത ആരാ? ചാണ്ടി ഉമ്മൻ തന്നെയാണ്. എന്നിട്ടും അത് പോരാ എന്നാണ് ആളുകൾ പറയുന്നത്. സ്ഥിരം എനിക്കെതിരെയുള്ള മീഡിയ ആക്രമണം തുടരുന്നു, അത്രേ ഉള്ളൂ. എനിക്കെന്ത് പറയാൻ സാധിക്കും. ഇപ്പൊ ഞാനൊരു പ്രസംഗം നടത്തി എന്ന് പറഞ്ഞ് ഒത്തിരി ആക്രമിച്ചു 21 ഇലക്ഷന്റെ സമയത്ത്. ഇലക്ഷൻ ആകുമ്പോൾ പ്രത്യേകിച്ച് എന്റെ പുറത്തോട് ആക്രമണം കൂടുതലാണ്. ഞാൻ പറയാത്ത കാര്യങ്ങളാണ് ഹാഗിയ സോഫിയുടെ പേരിൽ പ്രചരിപ്പിച്ചത്. ഹാഗിയ സോഫിയുടെ കാര്യം ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ ഏതെങ്കിലും നാട്ടിലൊരു പ്രശ്നം പറഞ്ഞോട് തർക്കം ഉണ്ടാവണോ എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ അതിനെ വളച്ചൊടിച്ച് വേറെ തരത്തിലാക്കി ഞാൻ വർഗീയവാദിയാണെന്ന രീതിയിൽ എന്റെ പേര് വരെ മാറ്റി. ചാണ്ടി ഉമ്മർ എന്നാ പറഞ്ഞു. അങ്ങനെ നടത്തിയ പ്രചരണം ഇന്ന് നിൽക്കുക. അതിന്റെ ഇടയ്ക്ക് ഈ ഇലക്ഷൻ, ഏത് ഇലക്ഷൻ വന്നാലും എനിക്കുള്ള ആക്രമണമുണ്ട്, ഞാൻ സ്വീകരിക്കുന്നു. അത്രയും എല്ലാവർക്കും ചാണ്ടി ഉമ്മൻ വേണമെന്നുള്ളൊരു താല്പര്യം കൊണ്ട് കൂടിയാകില്ല. ഒന്നും പറയുന്നില്ല. ഈ വയനാട്ടിലാണ് പ്രചരണത്തിന് പോയത്. പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ അതിനൊരു പ്രയോറിറ്റി കൂടുതൽ കൊടുത്തത് എന്തുകൊണ്ടാണ്? ഞാനിപ്പോ പറഞ്ഞല്ലോ, ഇനി അത് കൂടുതലൊന്നും വിശദീകരിക്കാനില്ല. എന്റെ കുടുംബത്തിലെ അംഗം മത്സരിക്കുമ്പോൾ ഞാൻ അതിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കും. അല്ലാതെ രാഹുലുമായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉള്ളതുകൊണ്ടല്ല. എന്ത് പ്രശ്നം? ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നം ഇപ്പൊ ഉള്ളൂ. ഞാൻ എവിടെങ്കിലും രാഹുലിനെതിരെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ സ്ഥാനാർത്ഥിക്കെതിരെ ഒരു വാക്ക്, എന്റെ പാർട്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പാർട്ടിയാണ് വലുത്. വ്യക്തിക്ക് സ്ഥാനമില്ല, വ്യക്തി ഇമ്പോർട്ടന്റ് അല്ല. ഇപ്പം മത്സരിക്കുന്ന രാഹുലാണെങ്കിലും പാർട്ടിയാണ് പ്രധാനം. പാർട്ടിയുടെ തീരുമാനം നമ്മൾ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നു. ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്റെ സ്ഥാനാർത്ഥിയാണ്. ഒരു കാരണവശാലും മാറ്റില്ല. ഈ BJP CPM ഒക്കെ പറയുന്നത് ഉമ്മൻചാണ്ടി സാറിനെ വേദനിപ്പിച്ച ആളുകളാണ് ഇവിടെ ഇപ്പോൾ ഈ നേതൃത്വം. അതുകൊണ്ടാണ് ചാണ്ടി ഉമ്മനൊക്കെ വരാനൊരു മടിയുള്ളത്. ഉമ്മൻചാണ്ടി സാറിനെയും കെ കരുണാകരനെയൊക്കെ വേദനിപ്പിച്ചവർ ഇപ്പോൾ മത്സരിക്കുന്നവരും അവരെ പിന്തുണയ്ക്കുന്നവരെ കൊണ്ടെന്നാണ് പറയുന്നത്. ഈ പറഞ്ഞ ആരാ? CPM ആണ് പറയുന്നത്. CPM അല്ലേ? ഒട്ടും വേദനിപ്പിച്ചിട്ടില്ലല്ലോ. ഏതായാലും ഇന്ന് പ്രചരണത്തിലുണ്ടായിട്ട് മഹാരാഷ്ട്രയിലേക്ക് പോകാൻ തോന്നുന്നല്ലേ? മഹാരാഷ്ട്രയിലേക്ക് പാലക്കാട് UDF വിജയിക്കുന്ന ഉറപ്പാണ്. പാലക്കാടും വയനാടും UDFന്റെ കോട്ടയാണ്. അത് തകർക്കുവാൻ ആർക്കും സാധിക്കത്തില്ല. ചേലക്കര പിടിച്ചെടുത്തിരിക്കും. അവിടെ 28 വർഷത്തെ വികസനം ഇല്ലായ്മ ജനങ്ങൾ തിരിച്ചു പറഞ്ഞു. ഈ വയനാട് ഭൂരിപക്ഷം കുറയുന്നത്, അല്ല 5 ലക്ഷം എന്ന സ്വപ്നത്തിലേക്ക് എത്താൻ പറ്റില്ലെന്നുള്ള 6 ലക്ഷം കിട്ടും കൂടും. ചാണ്ടി ഉമ്മന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. വയനാടും ചേലക്കരയും അതുപോലെ പാലക്കാടും UDF വിജയിക്കുമെന്ന് തന്നെയാണ് ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കുന്നത്.